എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു സ്ട്രീറ്റ് ഫുഡ് ആക്കിയാലോ? ബട്ടാട്ട പാവ്. ബട്ടാട്ട പാവ് എന്നാൽ പോലും പണ്ട് പറയൽ ബോംബെയിലെ ഒരു സ്ട്രീറ്റ് ഫുഡായിരുന്നു, ഫേമസ് സ്ട്രീറ്റ് ഫുഡ്. ബോംബെ എന്ന് പറഞ്ഞാൽ തന്നെ വടാ പാവ് എന്നാണ് ഇപ്പം പറയുന്നത്. അതിങ്ങനെ ചുരുങ്ങി വന്നതാന്ന് പറയുന്നത്, ആർക്കറിയാം. എന്തോ ആകട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനം. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടേനു, ഈ വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ശരി, എന്നാൽ പിന്നെ ചെയ്ത് കളയാമെന്ന് വിചാരിച്ച്. അപ്പം അതിന് എന്തെല്ലാം വേണ്ടത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നൂടെ. ആദ്യം ഞാനൊരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് തന്നെ ചേർക്കാം കേട്ടോ, നല്ല എരിവ് വേണം. എന്നിട്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട്, പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, ഒറ്റ തണ്ടേ ചേർക്കാവൂ കേട്ടോ. പിന്നെ മല്ലിയില നിങ്ങൾക്ക് എത്രയും ചേർക്കാം. കറിവേപ്പില അധികം മണക്കാൻ പാടില്ല, അതുകൊണ്ട് ഒറ്റൊരു തണ്ട്. പിന്നെ ഈ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സി മൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. വെറും പൊടിക്കുകയേ ചെയ്യാവൂ, വെള്ളമൊന്നും ഒഴിച്ച് അരച്ച കളറ്. അത് നല്ലോണം കണ്ടോ, ഇതുപോലെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പൊടിഞ്ഞത് പോരെങ്കിലും ഒന്നും കൂടി അരക്കാം. പക്ഷേ ഈ ഒരു പാകമാണ് ഇതിന് വേണ്ടത്. ഇതുപോലെ ഇതിനൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാക്കണ്ടേ. അപ്പം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ എന്ന് പറയുമ്പോൾ ഓയിൽ, എന്തെങ്കിലും ഒരു എണ്ണയാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അത് എണ്ണ ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊഴിഞ്ഞാൽ ജീരകം ചേർക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചമ്മന്തിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴന്ന് വരുമ്പോൾ എന്തൊരു മണമെന്നറിയോ, അപ്പോൾ ഭയങ്കര മണം. അതിന് വെളുത്തുള്ളി ഇഞ്ചിയല്ലേ പറയണോ, നല്ല മണം. അപ്പോൾ അതിലേക്ക് ഇനി ഏകദേശം നല്ല അതിൻ്റെ ഒരു പച്ചമണം പോയാൽ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരുങ്കായം ഇതിനൊരു മസ്റ്റാണ് കേട്ടോ. ഓരോന്നിലും 2-3 പിഞ്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. സിമ്മിലാണേ സ്റ്റൗ വെക്കാവും, ഇല്ലെങ്കിൽ മറ്റേതെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് തണിയാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിന് ഒരു കപ്പിലേക്ക് 1 കപ്പ് കടലമാവ്, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇതെന്നാലേ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല സാമാന്യ എരിവ് വേണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി തന്നെ മിക്സ് ചെയ്യണേ. ആദ്യം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പെരുങ്കായവും ചേർത്ത് വെള്ളം ഒഴിച്ച് കലക്കണം. അത്രയേ ഉള്ളൂ. ഇനി 2 പിഞ്ച് പെരുങ്കായം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിലും പെരുങ്കായം വേണം. അപ്പോൾ കായം ചേർത്ത് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിക്കണേ, വെള്ളം അധികമായി പോറ്. ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ടാവണം. കണ്ടോ, ഇതുപോലെ കുറച്ചിങ്ങനെ തിക്കായിട്ടുണ്ടാവണം. അത് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം തണുത്തിട്ടുണ്ട്, ഉരുട്ടി ഇതുപോലെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ഇതേപോലെ സൺഫ്ലവർ ഓയിലോ ഇനി വേറെ എന്തെങ്കിലും വെളിച്ചെണ്ണ ഒഴികെ ബാക്കി എന്തെടുത്താലും കുഴപ്പമില്ല, എടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബോണ്ട എടുക്കാം. ബോണ്ട ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ബോണ്ട തന്നെ കുറേ അങ്ങ് ചിലവാകും. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ മാവ് അധികം അയിമലാവണ്ട, ഒത്ത പോലെ ഇട്ട് 2-3 എത്രയാണ് ഇടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇട്ട് ബാച്ച് വെച്ചായിട്ട് നമുക്ക് പൊരിച്ച് കോരിയെടുത്ത് വെക്കാം.
അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം അതേപോലെ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ബാക്കി ബാറ്റർ ഉണ്ടല്ലോ അതിങ്ങനെ കൈകൊണ്ട് വെറുതെ മുക്കിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല മിക്സ്ചർ പോലെ ആയി വരും. മിക്സ്ചറിൻ്റെ അകത്ത് ഉണ്ടാവില്ല, നല്ല കറുമുറൂന്നുണ്ടാവും. അരിപ്പൊടിയും കടലമാവും കൂടി ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ആകട്ടോ. ഇത് വെറുതെ തിന്നുകയും ചെയ്യാം. കുറച്ച് നല്ലോണം മുറുമുറുന്നായാൽ നമുക്കിത് എടുത്തിട്ട് ഊറ്റി ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ. ഇത് നമുക്ക് കുറച്ച് ചട്നിക്ക് വേണം. അപ്പോൾ അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ പച്ചമുളക് ഒന്ന് പൊരിച്ചെടുക്കാം. പച്ചമുളക് നടുവിൽ മാത്രം ഒരു കീറൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അടുപ്പത്തിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് കടല നല്ലോണം വറുത്തതിന് ശേഷം 3 മുളക്, കടല നല്ലോണമാണ്. അതിന് ശേഷം 3 മുളകും ഒരിത്തിരി പുളിയും. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു ഇത്തിരി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മൂക്കട്ടെ. മൂത്തതിന് ശേഷം നമുക്ക് പിന്നെയും ഇതിലും നമ്മളെ പെരുങ്കായത്തിന് ചേർക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ടേ പെരുങ്കായം ചേർക്കാവൂ. പെരുങ്കായം ചേർത്തതിന് ശേഷം അത് ഇറക്കി വെച്ച് തണുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ മുളക് അന്നേരം ഇതിൻ്റെ ആദ്യം കൊളുന്തെടുക്കാണ്ടാണ് വറക്കുന്നത്. കൊളുന്തെടുത്തിട്ട് മിക്സിയിലിട്ട് ബാക്കിയെല്ലാം അതിൽ ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം ഈ മിക്സറും അതിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടോ, ചട്നി റെഡി. ഇനി ഇതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് ബന്ന് എടുത്തിട്ട് എങ്ങനെയാണ് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ബന്ന് നല്ലോണം ഒന്ന് മുറിച്ച് കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ ബന്ന് കിട്ടിയിട്ടില്ലേ, നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ബന്നെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച മിക്സ്ചറിൻ്റെത് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മളൊരു ബോണ്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ചട്നി ഉണ്ടല്ലോ, കുറച്ച് ചട്നിയും വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് ആ മൊരിഞ്ഞ സാധനം, ആ മിക്സ്ചർ പോലത്തത് അതും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു പച്ചമുളക്, ആ പൊരിച്ച് വെച്ച പച്ചമുളകില്ലേ അതും കൂടി വെച്ചാൽ തിന്നാൻ ഒഴിയൂല കേട്ടാ. ഇത് നല്ല ഫില്ലിങ്ങാണ്. ഇത് ഒന്നോ രണ്ടോ തിന്നിട്ട് 2 ഗ്ലാസ് വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പുതിയ ഫാൻ വന്ന് കേട്ടാ. ഇത് കണക്കായി, അയാളെ കയ്യിൽ നിന്ന് മറ്റേതെല്ലാം വീണുപോയി. എന്നാലും സാരമില്ല. എന്നാൽ പിന്നെ അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.